വിലക്കയറ്റം അതിരൂക്ഷം. ഇവിടെ ജീവിതം അസാധ്യമാണോ? ജനങ്ങളിലൂടെ. വീട്ടമ്മയാണല്ലോ. സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ശരിക്കും വിലക്കയറ്റം ഉണ്ടോ? വിലക്കയറ്റം ഉണ്ട്. പക്ഷേ നമുക്ക് അതിനാനുപാതികമായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വിലക്കയറ്റം കുറച്ചുകൂടി പിടിച്ചു നിർത്തണം. അതെ, പിടിച്ചു നിർത്തണം. ഇനി എന്തായാലും കൂടുതലാണ്. ഇനിയിപ്പോൾ എന്തായാലും കൂടുതലാക്കിയത് കുറയ്ക്കില്ലല്ലോ. നിത്യോപയോഗ സാധനങ്ങളെല്ലാം നാൾക്ക് നാള് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ ഈ വിലക്കയറ്റത്തിനെ എങ്ങനെ കാണുന്നു? വളരെ ബുദ്ധിമുട്ടായി തന്നെയാണ് കാണുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അതെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഗ്യാസ്, വാട്ടർ ബില്ല്, ഇലക്ട്രിക് ബില്ല് അതെല്ലാം കൂടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതും ഓരോ മാസം കൂടുന്തോറും കൂടുതലാണ് വരുന്നത്, കുറയുന്നല്ലേ. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസം ബില്ല് വരുമ്പോഴും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ആണ്, പക്ഷെ ബില്ല് കൂടുതലായിട്ട് കാണിക്കുന്നത്. എന്തൊക്കെയാണ് അവർ കൂട്ടുന്നത് കീടനായിട്ടുള്ള കാര്യം നമുക്ക് അറിയാം. ഇതിനനുസരിച്ചിട്ട് വരുമാനം കൂടുന്നില്ല. ഇല്ല, വരുമാനം സെയിം. നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും അതിലെന്തെങ്കിലും ചാർജ് കൂട്ടും. അത് അങ്ങനെ പല റീസൺസ് ആണ്. പക്ഷേ ഈ ഗവൺമെന്റ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്നില്ല. സ്ത്രീകൾക്ക് സംബന്ധിച്ച് വീട്ടു ചെലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പൊതുവിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക്, ആഹാര സാധനങ്ങൾക്കെല്ലാം വില നമ്മൾ മേടിക്കുന്ന എല്ലാ സാധനങ്ങൾക്കാണെങ്കിലും, ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മരുന്ന് ഐറ്റംസ് ആണെങ്കിലും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ദുരിതം തന്നെയാണ് ജീവിതം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളെ കൊണ്ട് പുറത്തു പോകണം, പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നടത്തണം. അതുപോലെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവർ എങ്ങനെ ചെയ്യണോ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അത് എല്ലാ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു. അതെ, മറ്റുള്ളവരോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. അപ്പൊ അവര് നമ്മൾ കൂടുതൽ ദിവസങ്ങൾ കഴിയുന്നവരും കടക്കണിയിൽ പെട്ടുള്ളൂ. അതാണ് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ കാര്യങ്ങൾ, പഠന ആവശ്യം, അല്ലെങ്കിൽ അവരുടെ പുസ്തകം, മറ്റു കാര്യങ്ങൾ, ട്യൂഷൻ ഫീസ്, ഇതൊക്കെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിലല്ലേ. എന്ത് പറയുന്നു? സെയിം അഭിപ്രായം തന്നെയാണ്. ഇതിനെന്താണ് പരിഹാരം നമ്മൾ ചെയ്യേണ്ടത്? പരിഹാരം സർക്കാർ തീരുമാനിക്കണം. അല്ല, സർക്കാർ സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു അവകാശപ്പെടുകയാണ്. ഒന്നും കിട്ടാനില്ല സപ്ലൈകോ. കൺസ്യൂമർ ഫെഡ് കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കിട്ടുള്ളൂ. ആ സാധനം കൂടെ നമുക്ക് പറ്റില്ല. മനസ്സിലായോ? അപ്പം അതേപോലെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പോൾ റേഷൻ കടയിലെ മണ്ണെണ്ണ എന്ന് പറയുന്നത് ഒരു 3 മാസം 4 മാസം കൊണ്ട് ഒരു 1 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്നത്. മണ്ണെണ്ണ കൊണ്ട് പല ആവശ്യങ്ങളും പല ആൾക്കാർക്കും ഉണ്ട്. അതും കിട്ടിയിട്ട് അത് പറ്റില്ല. അതേപോലെ അരിയാണെങ്കിലും അതുകൊണ്ട് എല്ലാ കുടുംബം അവിടെ കിട്ടുന്നത് തികയില്ല. പിന്നെ സപ്ലൈകോയിലാണെങ്കിലും സാധനങ്ങളില്ല. സബ്സിഡി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാലും സാധനങ്ങൾ കുറവല്ലേ കാണിക്കുന്നത്. വെള്ളക്കാർക്കൊന്നും ഒന്നുമില്ല. അവരും ഒരു മീഡിയം ലെവലിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവർക്കും ഇല്ല ഒന്നും കിട്ടാൻ. അപ്പൊ റേഷൻ കടയിലും സാധനം കിട്ടുന്നില്ല എന്നാണ് പരാതി. നിത്യോപയോഗ സാധനങ്ങൾ കിട്ടുന്നില്ല സപ്ലൈകോയിൽ. സർക്കാർ പിന്നെ സബ്സിഡി കൊടുക്കുന്നിടത്തൊന്നും സാധനം ഇല്ലെന്നുള്ളതാണ് പരാതി. സർക്കാർ ആദ്യം പൈസ ഉണ്ടാക്കണം, അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. പാവങ്ങളെ പിഴിഞ്ഞിട്ടല്ല, അതാണ് മെയിൻ. കാരണം അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പാവങ്ങളുടെ എല്ലാ നിത്യോപയോഗ ചെലവുകളും കൂട്ടിയിട്ട് അതെ അതൊന്നും ഫോളോ ചെയ്താൽ മതിയല്ലോ. ഒരു വ്യവസായം തുടങ്ങണമെന്ന് വെച്ചാൽ ഇവിടെ എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇവിടെ ഒരു വ്യവസായങ്ങൾ വരുന്നില്ലല്ലോ, എല്ലാം തുടങ്ങുന്നതൊക്കെ പൂട്ടിപ്പോവല്ലേ. അതുകൊണ്ടല്ലേ വരാത്തത്. ലിബറലല്ലോ ഒന്നും. ഒരു ആവശ്യമായിട്ടൊരു വ്യവസായി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൻ ഇവിടെ നിന്ന് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ട്. എന്താണ് കാര്യം? കുറച്ച് ഫ്ലെക്സിബിൾ ആവണം. ഇവിടെ റൂൾസ് അങ്ങനത്തെയാണ്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ചുകൂടെ അവർക്ക് കൂടെയുള്ള സപ്പോർട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. അങ്ങനെയാണല്ലോ കുറെ പേര് ഇപ്പൊ ഇവിടെ നിന്ന് മതിയാക്കി പോയത്. കുട്ടികൾ എന്താണ് അബ്രോഡ് പോകുന്നത്? ഇവിടെ ഇല്ല. കാരണം അവർക്ക് മുഴുവൻ വെളിയിലോട്ടാണ്, വിദേശത്ത് പോകാൻ. ഇവിടെ തൊഴിൽ സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്താവും, കൂടും.
യങ്സ്റ്റേഴ്സ് പോകും. 5 വർഷത്തിന് ശേഷം ഇവിടെ മുഴുവൻ ഉണ്ടെങ്കിലും സാലറി യങ്സ്റ്റേഴ്സ് ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിനകത്ത് ജോലി ചെയ്യുമ്പം കുട്ടികൾക്ക് 12-13 രൂപ സാലറി കിട്ടും. അവരെങ്ങനെ ജീവിക്കുന്നത്? പഠിച്ചിട്ട് അവർക്ക് നല്ലൊരു സാലറി കിട്ടാൻ വഴിയില്ല. അതുകൊണ്ടാണ് അവർ വിദേശത്ത് പോകുന്നത്. തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകുന്നു. അപ്പം ഇവിടെ എന്താവും? വയസ്സായ ആൾക്കാർ ഇവിടെ ഒറ്റയ്ക്കാണ് അവസ്ഥയാണ്. അപ്പം നേരത്തെ പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വൃദ്ധരെ മാത്രമേ കാണൂ. 5 വർഷം ഇങ്ങനെ പോയാൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ. ഇപ്പൊ തന്നെ എടുത്താല് ഒരു വീട്ടിൽ ഒരാള് വെളിയിലാണ്, ഞങ്ങളുടെ ഫാമിലി തന്നെ വെളിയിലാണ്. അപ്പോ അതുപോലെ ഇനി കുട്ടികളെ അവര് കൊണ്ടുപോകാനല്ലേ നോക്കൂ. അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ മോഷണം കൂടും, പിടിച്ചുപറി കൂടും, കൊലപാതകങ്ങൾ. ആൾക്കാർ ഇവിടെ വരും. ഇവിടെ ഇനിയിപ്പോ അവരുടെ ആയിരിക്കും സംസ്ഥാനം. കേരളം മലയാളം പറഞ്ഞാൽ അറിയാത്ത ഒരു അവസ്ഥ. ഇപ്പൊ തന്നെ നമ്മൾ ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും ഇവിടെയൊക്കെ വരുമ്പോൾ ആർക്കും മലയാളം അധികം അറിയില്ല. ട്രെയിനിലാണ് യാത്ര ചെയ്ത് വന്നത്. 8 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടാണ് വന്നത് പാലക്കാട് ടു ട്രിവാൻഡ്രം. ഞങ്ങൾ ഇരിക്കാൻ പറ്റിയിട്ടില്ല. സ്മെല്ല് കാരണം, യൂറിൻ സ്മെല്ല് കാരണം ഇരിക്കാൻ പറ്റിയില്ല. കുട്ടികളൊക്കെ ഉള്ളത് വൃത്തിയില്ലാത്ത സാഹചര്യമാണ്. വൃത്തിഹീനം പറഞ്ഞാലും നമ്മള് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വരുന്നത്. ഫ്രീ ആയിട്ട് ഞങ്ങൾ കയറ്റിക്കൊണ്ട് വന്നല്ല. ഈ 8 മണിക്കൂർ ഞങ്ങൾ അതിനകത്തായി ഇരുന്നിരിക്കുന്നത്. ഇത് ഞങ്ങൾ കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞു, എന്നിട്ട് ഒരു റെസ്പോണ്ട് ഇല്ല അവര്. അപ്പൊ അത്രത്തോളമാണ് വഷളാക്കി കാണിക്കുന്നത്. ഇത്രയും ജീവനക്കാർ റെയിൽവേയിൽ ഇല്ലേ? പക്ഷെ ആരെങ്കിലും ഒരാൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായി ശരിക്കും. ഞങ്ങൾക്ക് ഇവിടെ എത്തുന്നവരെ ഞങ്ങളുടെ ബ്രീതിങ് നല്ല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങിയിട്ട് 11 മണിക്ക് ശേഷം ഭക്ഷണം നമുക്ക് പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അത്രയും സ്മെല്ല്. അത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്ത് വന്നതല്ലേ. അപ്പൊ നമ്മളെ ഒരു ട്രെയിൻ യാത്ര എടുക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം സർക്കാരിന്റെ ഒരു ഗുണം. അതെ, ലാഭകരമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളല്ലേ. വേണമെങ്കില് അങ്ങനെ ചിന്തിക്കുന്നേ. ഞങ്ങൾ ട്രാവൽസ് എടുത്ത് വരാവുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനെ വരുന്നത് ആ ഒരു വൃത്തി സൗകര്യം കിട്ടും എന്നുള്ള പ്രതീക്ഷ. അത് സ്ലീപ്പർ എടുത്ത് ഞങ്ങൾ അതിലിപ്പോ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സ്ലീപ്പറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ യാത്ര ദുരിതം തന്നെയാണ്. ഇത്രയും മണിക്കൂർ ഒരു മനുഷ്യരില്ലേ ഞങ്ങളും? ഇത്രയും മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഇല്ലല്ലോ. അതാണ് സങ്കടമായത്. ഭയങ്കര വിഷമം. ഓക്കെ, അപ്പൊ വിലക്കയറ്റമാണ് നമ്മൾ തുടങ്ങിയത്. വിലക്കയറ്റം നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരെയും കുടുംബിനികളെയും ഒക്കെയാണ്. ഇതിന് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്ത് സജഷൻസ് ആണുള്ളത്? ചെറുകിട വ്യവസായം കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കണം. കാർഷിക മേഖല ഒന്നുകൂടെ. ഇപ്പൊ ഈ കാർഷിക മേഖലയൊക്കെ കുറച്ചുകൊണ്ട് വരാണല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കൃഷിയില്ല. ഇപ്പോ ഞങ്ങളുടെ നാട്ടിലാണ് സർക്കാർ എടുക്കണം. പാലക്കാടൊക്കെ കൃഷിയുടെ ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളമില്ല. അന്യ സംസ്ഥാനക്കാരാണ് ഇപ്പൊ കൂടുതലും ഫുഡ് ഐറ്റംസ് നമ്മൾ അവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പാലക്കാടൊക്കെ ഇപ്പൊ കളപറിക്കാനും ഞാറ് നടാനൊക്കെ അന്യ സംസ്ഥാനക്കാർ. അവര് 10 മിനിറ്റിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യം ചെയ്യുന്നില്ല എന്നല്ല, തരമേ കുറവാണ്. അത് കാരണം കൃഷി നിർത്തി പോവാണ്. ആൾക്കാരെ കിട്ടാനില്ലാണ്ടാവുമ്പോ ചെയ്യും. ഈ കുറച്ച് ചെറിയ സ്ഥലങ്ങളിൽ അവർ മെനക്കെടാറില്ല. അതെ, നമ്മൾ കഴിഞ്ഞ കൊയ്ത്തിന് വിറ്റ നെല്ല്, സർക്കാരിന് കൊടുത്ത നെല്ല് ഈ കഴിഞ്ഞ 3 മാസത്തിന് ശേഷമാണ് കാശ് കിട്ടിയത്. കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. അവർ ആ ബിസിനസ് നിർത്തിവെക്കുന്നത്. കാരണം അവർക്ക് ചെറിയ കടം വാങ്ങിയൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ വലിയ വൻകിട ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ചെറുകിട ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ആ ഭൂമി നിർത്തിവെക്കുന്ന പരിപാടി. അപ്പൊ അത്രയും നഷ്ടമല്ലേ അവർക്ക്? ആ ഫാമിലിക്ക് പ്രശ്നങ്ങളല്ലേ വരുന്നത്. നീ എന്താ പറഞ്ഞ? പെട്രോളിന്റെ ആരാ കൂട്ടിയേ? ആ, എന്തിനാ കൂട്ടിയത് അവര്? അറിയില്ല. വികസനത്തിന് വേണ്ടിയാണ് പെട്രോളിന് വില കൂട്ടുന്നത്. ശുചിത്വ ഭാരത് കക്കൂസ് നിർമ്മിക്കാനാണ് പെട്രോൾ വില കൂട്ടിയത്. എന്നിട്ട് എവിടെ കക്കൂസ് ഇല്ല. പബ്ലിക്കിൽ എവിടെ കക്കൂസ്? ഒരു സ്ത്രീകൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പക്ഷെ നരേന്ദ്രമോദി സർക്കാർ പെട്രോളിന്റെ വില കൂട്ടിയപ്പോ ശുചിത്വ ഭാരത് നാട് മുഴുവൻ കക്കൂസ് ഉണ്ടാവട്ടെ. അവരുടെ സ്ഥലത്തുണ്ടാവുമായിരിക്കും. നമ്മുടെ കേരളത്തിൽ എവിടെ? ടൂറിസ്റ്റ് പ്ലേസിൽ പെട്രോളിന് വില കൂട്ടിയിട്ട് കക്കൂസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു മണിക്കൂർ കൂടുമ്പോൾ യൂറിൻ പാസ് ചെയ്യേണ്ട അവസ്ഥ വരും. പുരുഷന്മാരെക്കാണെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക്കിൽ നിന്ന് കാര്യം സാധിക്കാം. സ്ത്രീകൾക്ക് എന്ത് ചെയ്യും? പല പ്രശ്നങ്ങളും സ്ത്രീകളുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്കൊരു ബാത്റൂമിൽ പോകണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരം നടന്നിട്ട് വേണം ആ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ. ഇപ്പം നമ്മൾ വേസ്റ്റ് ബിൻ ഓരോ ഭാഗത്ത് വെക്കുന്നുണ്ട്. അതേപോലെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒരു കുറച്ച് ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ അപ്പം ഇത്രയും ആൾക്കാർക്ക് ജോലിയും ആയില്ലേ? അപ്പൊ അത് ജോലിയും കിട്ടും, ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ അത് പ്രായോഗികമല്ല. തന്നെയാണ്
പ്രായോഗികമല്ല, അവിടെ പോലും കൂട്ടിക്കിടക്കുകയാണ്. കൂട്ടിക്കിടക്കുക പലതും പേടിച്ചിട്ട് ആൾക്കാർ കയറുന്നില്ല അതിനകത്ത്. ബോധം കെട്ടി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉള്ള അസുഖം നമുക്ക് അപ്പം തന്നെ പിടിച്ചു കയറും. നമ്മൾ ആരോഗ്യത്തോടെ പോയി തിരിച്ചു കയറും, ചിലപ്പോൾ ഒന്നും പറ്റാതെ ആയിരിക്കും. അതാണ് അവസ്ഥ. പറയാനേ പറ്റില്ല. നമ്മൾ നാടോടുമ്പോ നടുവേ പറഞ്ഞു അത്രേ ഉള്ളൂ. അതാണ് നാട്ടിലെ അവസ്ഥ. ഓക്കെ പെട്രോൾ വില കുറയ്ക്കണോ? കുറയ്ക്കണോ? ഓക്കെ. ഇനി വരുന്ന മന്ത്രിസഭയും കുറച്ച് യങ്സ്റ്റേഴ്സ് വേണം, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ പവർഫുള്ളായ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന യങ്സ്റ്റേഴ്സ് വേണം. എങ്കിൽ മാത്രം കുറച്ച് ഇപ്പോഴെല്ലാം വൃദ്ധന്മാരാണെന്നാണോ? കുറച്ചുകൂടെ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. അവർക്ക് ആ ചിന്തയുടെ പ്രവൃത്തി അവർ വരുള്ളൂ. യങ്സ്റ്റേഴ്സ് ആകുമ്പോൾ അവരുടെ ചിന്തയുടെ അതുണ്ടാവും, പുതിയ ചിന്തകൾ ഓർന്നു വരും, വ്യത്യാസം വരും. അപ്പൊ അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് പോലെ മാറും ചെയ്യും. നിത്യോപയോഗ സാധനങ്ങൾക്ക് മൊത്തം വിലക്കയറ്റം രൂക്ഷമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ടോ? പൊറുതിമുട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാ സാധനങ്ങൾക്കും വില, പെട്രോൾ വില വർദ്ധിച്ചു, ഗ്യാസിൻ്റെ വില. ശരിക്കും എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതം? ഓരോ കാലങ്ങളിൽ ഓരോ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് വരുമാനമില്ലല്ലോ. അതിനനുസരിച്ച് വരുമാനമില്ല. അതിനെ തരണം ചെയ്യേണ്ട എന്തെങ്കിലും പ്രവർത്തനം നമ്മൾ സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ യുവജനങ്ങളും ഒരുമിച്ച് കൂട്ടായിട്ട് ചെയ്യേണ്ടതാണ്. അത് യുവജനങ്ങൾ പുതിയ സംരംഭകരാകണോ? ആകണം, തീർച്ചയായിട്ടും. തൊഴിൽ സാധ്യത ഉണ്ടോ കേരളത്തിൽ? തൊഴിൽ സാധ്യത കേരളത്തിലുണ്ട്. അത് പക്ഷേ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല, അതിൻ്റെയാണ് പ്രശ്നം. എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അത് നമ്മുടെ ഈ കുഞ്ഞിലെ തന്നെ ഞങ്ങളുടെ ഒരു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതേപോലെ തന്നെ അവരെ പുതിയ തൊഴിലുകളിലേക്കാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. പുതിയ തൊഴിലല്ല, അത് ഓരോരുത്തർ ഇഷ്ടമാണ്. അതെങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കമൻറ്റ് പറയാൻ പറ്റില്ല. നിലവിൽ വിദ്യാർത്ഥി സമൂഹം പുതിയ യുവ ജനറേഷൻ, അതായത് പുതിയ കാലഘട്ടത്തിൽ അന്യ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ തൊഴിൽ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. തൊഴിൽ സാധ്യത ഇല്ലാത്തതല്ല, ഇവിടുത്തെ ഒരു ആൾക്കാരുടെ കാഴ്ചപ്പാടും പിന്നെ അവരുടെ ഒരു മനോഭാവം അനുസരിച്ചാണ് അവരങ്ങനെ പോകുന്നത്. അതിപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന അതിപ്പോൾ ഓരോരുത്തര പെർസ്പെക്റ്റീവ് ആണല്ലോ, എങ്ങനെയാണ് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. സർക്കാരിന് അവരെ ഇവിടെ പിടിച്ചു നിർത്താനും നിലവിലെ വിലക്കയറ്റത്തിനെതിരെ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ? ചെയ്യാൻ കഴിയും, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്? സർക്കാർ ചെയ്യേണ്ടത് എനിക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് എനിക്ക് അറിയില്ല സംഭവം. നമുക്ക് അതിനുവേണ്ടി കുറേ ഇനിഷ്യേറ്റീവ് എടുക്കാം. ആദ്യം നമ്മൾ യുവജനങ്ങളിൽ തന്നെ അവിടെ തന്നെ അഭിപ്രായം നമ്മുടെ യുവ തലമുറയുടെ തന്നെ ഒരു അഭിപ്രായം ചോദിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റം വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റം സംഭവിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മാറ്റം എന്തായാലും പ്രിഫർ ചെയ്യും. നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിവസവും വില വർദ്ധിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. അത് ശരിയാണോ? ശരിക്കും വിലവർദ്ധനമുണ്ടോ? വീട്ടു സാധനങ്ങളൊക്കെ എങ്ങനെ തോന്നുന്നു അതിനെക്കുറിച്ച്? ഇപ്പം നമ്മൾ പാരൻസിൻ്റെ കൂടെ ഷോപ്പിൽ പോയാൽ പോലും അവർ പറയണ നമുക്ക് കേൾക്കാമല്ലോ, ഇപ്പം ഭയങ്കര വിലയാണ് എന്നുള്ള രീതിയിലൊക്കെ. എല്ലാം വീട്ടു സാധനങ്ങളൊക്കെ വില, ഗ്യാസും മറ്റു സാധനങ്ങളും ഒക്കെ, അരിയുടെയൊക്കെ വില കുതിച്ചു വരികയാണ്. തന്നെ അരി വാങ്ങുന്നില്ല? വാങ്ങുന്നുണ്ട്, പക്ഷെ നമുക്കറിയാം. അരി ആഹാരം കഴിക്കുന്നവരല്ലേ നമ്മളൊക്കെ, വില അന്വേഷിക്കാറില്ല. അതെ, പക്ഷെ കൂടുതലാണെന്ന് അറിയാം. സ്വഭാവമായിട്ട് എല്ലാവരും ആർക്കും ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഗവൺമെന്റ് ആയിട്ട് ഇതിനൊരു ഇതെടുത്താലേ പറ്റത്തുള്ളൂ. സാധാരണക്കാരന് നിത്യ വരുമാനം വളരെ കുറവാണ്. ചെറിയ വരുമാനത്തിന് ജീവിക്കുന്നവർ ഈ വിലക്ക വർധനവ് കാരണം ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ പ്രയാസവും നമ്മൾ കാണണ്ടേ? സർക്കാർ അതിൽ ഇടപെടണ്ടേ? എന്താണ് ചെയ്യേണ്ടത്? അവരത് കണ്ടറിഞ്ഞ് എല്ലാവരുടെയും ഇതനുസരിച്ച് വിലയൊക്കെ കുറയ്ക്കണം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമ്മളതിൽ തന്നെ എല്ലാം മേടിക്കാൻ പറ്റുന്നവരുണ്ട്, പറ്റാത്തവരുണ്ട്, സാധാരണക്കാർ പാവപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ ഈ കാലഘട്ടത്തിൽ? ജോലിയൊന്നും ഇല്ലാത്ത സാഹചര്യമുണ്ട് പല സ്ഥലത്തും. ഈ മഴയും കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടാകുമ്പം തൊഴിലുകൾ കുറവാണ് അല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പം സർക്കാർ അതിനകത്ത് എന്ത് ചെയ്യേണ്ടി വരും? സബ്സിഡി നിരക്കിൽ സാധനം കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കൊടുക്കട്ടെ, സർക്കാർ ഇടപെടട്ടെ. വിലക്കയറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും വിലക്കയറ്റം രൂക്ഷമാവുന്നുണ്ടോ? അതോ അങ്ങനെ വെറുതെ വരുന്ന വാർത്തകളാണോ? അല്ല, തീർച്ചയായിട്ടും ഓരോ സാധനത്തിനും വില കൂടുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി, നാരങ്ങ, നിത്യോപയോഗ ആഹാര സാധനങ്ങളൊക്കെ എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കാര്യങ്ങളൊന്നും ഗവൺമെന്റ് നോക്കുന്നുമില്ല.
അല്ല സബ്സിഡി നിരക്കിൽ സപ്ലൈകോ പോലുള്ള സപ്ലൈകോയിലും പഴയ കണക്കിപ്പോൾ സാധനങ്ങളില്ലല്ലോ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 1-2 സാധനങ്ങൾ കാണും. അത് മാത്രം വാങ്ങിച്ചിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ള സാധനങ്ങളൊന്നും വിലക്കയറ്റമാക്കി പിടിച്ചു നിർത്താൻ ഒരു നടപടിയില്ലെന്നുള്ള നടപടിയില്ല. ഇത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഗവൺമെന്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. റേഷൻ കടകളിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? റേഷൻ കടകളിലെ ഒരു പച്ചരി മാത്രം കാണും. പച്ചരി മാത്രം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ബാക്കി സാധനങ്ങൾ വേണം. അല്ലെങ്കിൽ അരി കാണും. അരി എപ്പോൾ കാണും, എപ്പോഴും തരും. റേഷൻ കടയും ടൈമും പല വ്യത്യാസങ്ങളാണ്. ടൈമുകൾ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കണം. ഒരു ദിവസം ചെല്ലുമ്പോൾ പറയും ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പറയും, ഒരിക്കൽ ചെല്ലുമ്പോൾ പറയും രാവിലെയാണെന്ന് പറയും. ഇത് ഈ വിലക്കയറ്റം കൊണ്ട് പ്രതിബദ്ധ അത്രയ്ക്ക് വരുമാന മാർഗം കൂടുന്നില്ലല്ലോ. ഇല്ല, അതിനുള്ള ശമ്പളങ്ങളും വരുമാനവും ഒന്നും കിട്ടുന്നുമില്ല. ജോലികളല്ലേ കുറവ്. ഇപ്പൊ ജോലികൾ വല്ല നിയമനം നടക്കുന്നുണ്ടോ? മൊത്തത്തിൽ പ്രശ്നങ്ങൾ തന്നെയാണ്. മൊത്തത്തിൽ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണ്, പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അതിനനുസരിച്ച് വരുമാന മാർഗം കൂടുന്നുമില്ല. അതനുസരിച്ച് നമ്മൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ തൊഴിൽ സാധ്യതകളില്ല. വിദേശത്ത് പോയാൽ പോലും സാധ്യതകൾ കുറവാണ്. പലരും വിദേശത്ത് പോയിട്ട് മടങ്ങി വരുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. വേറെ വരുമാന മാർഗമൊക്കെ കുറവാണ്. കാരണം പെൻഷനൊക്കെ പെൻഷൻ ഒരുപാട് മാസം പെൻഡിങ് വരുന്നത് അതൊക്കെയാണ് സാധാരണ പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെ. പെൻഷൻ എത്ര മാസം മുടക്കുണ്ട് ഇപ്പോ? 5 മാസത്തെ മുടക്കുണ്ട്. 5 മാസം. കഴിഞ്ഞൊരു മാസം കിട്ടി. ഒരു മാസത്തെ ഇപ്പൊ അടുത്ത ആഴ്ച കിട്ടുമെന്ന് പത്രത്തിൽ പറയുന്നു. 5 മാസത്തെ മുടക്കണം. പക്ഷെ മുടക്കം തീർത്തു തരാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതല്ലേ ഉള്ളൂ. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു ജനങ്ങൾ. ദുരിതത്തിലായ ജീവിതത്തിന് പരിഹാരം വേണമെന്ന് ഏറെ പേരും. സർക്കാർ ഇടപെട്ടേ മതിയാകൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.